കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും ഇടുക്കിയും എറണാകുളത്തിൻ്റെ ഭാഗവും കോട്ടയത്തിൻ്റെ ഭാഗവും പൂർത്തിയാക്കി. ആലപ്പുഴ ജില്ല പൂർത്തിയാക്കി. ഇനി കൊല്ലവും പത്തനംതിട്ടയും തിരുവനന്തപുരം ജില്ലയും മാത്രം ബാക്കി നിൽക്കുമ്പോൾ 1000 പഞ്ചമണ്ഡലം തലങ്ങളിലേക്കുള്ള യാത്ര എത്തിച്ചേർന്നതിൻ്റെ സന്തോഷ നിമിഷം തിരൂരങ്ങാടി മണ്ഡലത്തിൽ ഏറെ പ്രിയങ്കരനായ പാണക്കാട്ടെ തങ്ങൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമുള്ള നിമിഷമാണ്. മഹിളാ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്ക് ഒരു വലിയ കരുത്തുമായി ഊർജവുമായി ഈ യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട്, തൻ്റെ സംഘടനയിലെ അമ്മമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഈ ജാഥയ്ക്ക് ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുക്കുമ്പോൾ ആ പ്രസിഡന്റിന് ഉജ്ജ്വലമായ സ്വീകരണം അണിയിച്ചൊരുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ചായ കിട്ടിയോ? എല്ലാവർക്കും പപ്സ് കിട്ടിയോ? സമൂസ കിട്ടിയോ? ചായ കിട്ടിയവർ മുഴുവൻ പപ്സും അല്ലെങ്കിൽ സമൂസയും കിട്ടാത്തതിന്റെ വിഷമത്തിലും, സമൂസ കിട്ടിയവരെല്ലാം ചായ കിട്ടാത്തതിന്റെ വിഷമത്തിലും നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയായി, ഒരു അമ്മയായി, മകളായി തൻ്റെ വീട്ടിലെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനൊപ്പം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത നാളു മുതൽ ആ സംഘടനയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ജബി മേത്തർ MP ഈ ജാഥയുമായി കടന്നു വന്നത്. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ സാധാരണക്കാരായിരിക്കുന്ന അമ്മമാരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട്, ആ പ്രയാസങ്ങളിൽ കണ്ണീരൊപ്പിക്കൊണ്ടാണ് ജബി മേത്തർ MP-യുടെ ജാഥ ഇന്ന് തിരൂരങ്ങാടിയിൽ 1000 മണ്ഡലങ്ങൾ പൂർത്തിയാകുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നടന്നു പോകുന്ന വഴികളിൽ വിവിധ കാരണങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളോട്, അമ്മമാരോട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവരെ വഴിയിൽ കാത്തു നിൽക്കുമ്പോൾ ആ അമ്മമാരോട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുനീരിൽ, ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തിരിച്ചധികാരത്തിലേക്ക് വരുന്നതിന് നിങ്ങളുടെ പിന്തുണ ചോദിക്കുമ്പോൾ ആ അമ്മമാർക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പ്രയാസത്തിൽ കണ്ണീരൊപ്പിക്കൊണ്ടാണ് ജബി മേത്തർ MP ഈ ജാഥയുമായി കടന്നു പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനുവരി മാസം കേൾക്കുന്നില്ല, ചായ കുടിച്ച ആളുകളോട് ഈ ജാഥ ആരംഭിച്ചത് കേൾക്കുന്നില്ല. ഈ ജാഥ ആരംഭിച്ചത് കേൾക്കുന്നില്ല. ഈ ജാഥ ആരംഭിച്ചത് ജനുവരി മാസം 4-ാം തീയതി മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ 1000 മണ്ഡലങ്ങൾ പൂർത്തിയാകുമ്പോൾ എത്ര മാസമെടുത്തു? 6 മാസമെടുത്തു. ഇനി ഇത് സമാപിക്കാൻ പോകുന്നത് കേൾക്കുന്നില്ല. സെപ്റ്റംബർ മാസം 30-ാം തീയതി. ഇനിയും 3 മാസത്തോളം നീണ്ടു കിടക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കുഞ്ഞ് ജന്മമെടുക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ അത്രത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മാസങ്ങളിലെ യാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണുമായി 3 തവണ കൗൺസിലർ ആയിരുന്ന അനുഭവങ്ങളും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യസഭാ അംഗമായപ്പോഴും മഹിളാ കോൺഗ്രസിന്റെ ഈ യാത്രയ്ക്ക് അവർ സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ യാത്രയിലുടനീളം സഞ്ചരിക്കാം. ഈ വേദിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുണ്ട്. ലക്ഷ്മി ചേച്ചിയും മിനി ചേച്ചിയും രജനി ചേച്ചിയും ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ, പ്രസിഡന്റിനൊപ്പം കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച ജയചേച്ചി ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഒക്കെ അമ്മമാരാണ്. വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനോടൊപ്പം ഈ മഹിളാ കോൺഗ്രസിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി
അവരെ കരുത്താക്കുക എന്നുള്ള ദൃഢമായ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിയെ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടനാട്ടിൽ പോയപ്പോൾ നല്ല മഴയായിരുന്നു. മാസങ്ങളോളം കെട്ടിനിന്ന വെള്ളക്കെട്ടിലൂടെ ആ വെള്ളക്കെട്ട് ഏകദേശം മരയ്ക്കടുത്ത് അരഭാഗത്തോളം കിടക്കുന്ന വെള്ളക്കെട്ടിലൂടെ നടന്നു പോയിട്ടാണ് അമ്പലപ്പുഴ ഉൾപ്പെടെ കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ജെബി മേത്തർ MP കയറി ചെന്ന് അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ പരാതികൾ കേട്ടത്. അട്ടപ്പാടിയിൽ കുന്നുകൾ കയറിപ്പോയി 3.5 മണിക്കൂറോളം ചുരങ്ങൾ താണ്ടിക്കൊണ്ടാണ് ആ കുന്നിന് മുകളിൽ 3 മണ്ഡലത്തിലെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ആദിവാസി ഊരിലെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ നേരിട്ട് കണ്ടത്. ആർക്ക് ചെയ്യാൻ സാധിക്കും? കേരളത്തിൽ നേരിട്ട് അമ്മമാരെ കണ്ട് പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്നതിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് കരുത്തേകുന്നതിന് കേരളത്തിലെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഈ യാത്ര നടത്തുവാൻ സാധിക്കുന്ന ഒരേ ഒരു വനിതാ സംഘടനയുള്ളൂ കേരളത്തിൽ. അത് നമ്മുടെ മഹിളാ കോൺഗ്രസ് ആണ്. ആ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP ആണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 2 മണ്ഡലം കൂടി ബാക്കിയുണ്ട്. മഴ വന്നു, ഇടി വന്നു, അല്ലേ? ആ മഴയും ഇടിയും ഏത് പേമാരി വരുമ്പോഴും മഹിളാ കോൺഗ്രസിന്റെ ജാഥകൾ പലപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ആ യാത്ര തുടർന്നിട്ടുണ്ട്. ആ യാത്ര തുടരുവാൻ സംസ്ഥാന പ്രസിഡന്റിന് ആവേശം എവിടെയെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോലെ വീട്ടിലെ പണികളെല്ലാം ഒതുക്കി വെച്ച് ജോയി ചേട്ടനെ പോലെയല്ല. ജോയി ചേട്ടന് തന്നെ വരുന്നത് നിലമ്പൂരിലെ പോത്തുകല്ല് എന്ന് പറയുന്ന വന അതിർത്തിയിൽ നിന്നാണ്. മണിക്കൂറുകളോളം യാത്ര ചെയ്താലേ തിരൂരങ്ങാടി ഭാഗത്തെത്താൻ പറ്റൂ. പക്ഷെ ജോയി ചേട്ടനേക്കാൾ വീട്ടിലെ പണികൾ മുഴുവൻ ഒതുക്കി വെച്ച്, അല്ലേ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരുമ്പോൾ, ആ ജാഥയ്ക്ക് 3:30 മണിയാകുമ്പോൾ തങ്ങൾ വരുമ്പോൾ ആ ജാഥയിൽ എത്തിച്ചേരണമെന്ന് കരുതി എന്നും ഉണ്ടാക്കുന്ന പോലെയല്ലേ എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചാണ് നിങ്ങൾ ഈ ജാഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലേ? കൂട്ടത്തിൽ ആ മഞ്ജു വാര്യരേക്കാൾ സുന്ദരിയായ രമ്യ ഹരിദാസും കൂടി വരുമ്പം ഒന്ന് കാണാലോ എന്നുകൂടി കരുതിയിട്ടാണ് നിങ്ങൾ വന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്ര കടന്നു വരുമ്പോൾ മഞ്ഞു വീണതറിഞ്ഞില്ല. ഏറ്റുപാടാൻ നിങ്ങൾക്കറിയാം, ഇല്ലേ? മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ, പൈങ്കിളി മലർത്തേൻ കിളി, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. 1000 കണ്ണുമായിട്ട് ഈ 1000 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് അമ്മമാർ വഴിയോരത്ത് കാത്തു നിൽക്കുന്ന ഒരു വനിതാ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത്
ജബി മേത്തർ MP-യും നിങ്ങളും നേതൃത്വം കൊടുക്കുന്ന മഹിളാ കോൺഗ്രസ് ആണ് അല്ലേ? ഓരോ അമ്മയ്ക്കും പറയാനുണ്ടാകും ജീവിതത്തിന്റെ അനുഭവങ്ങൾ. ഒരു കുഞ്ഞ് ജന്മമെടുക്കാൻ വരുന്ന ആ നിമിഷം മുതൽ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന നിമിഷം വരെ ആ അമ്മയുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എനിക്ക് എൻ്റെ കുഞ്ഞിനെ നൽകണമേ എന്നല്ലേ. അത് ഗുരുവായൂരപ്പനോടാണെങ്കിലും 5 നേരം നിസ്കരിക്കുന്ന ഉമ്മയാണെങ്കിലും സന്ധ്യയ്ക്ക് കുരിശു വരയ്ക്കുന്ന അമ്മയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും പ്രാർത്ഥിക്കുന്നതാണ്. ഒരു കുഞ്ഞിനെ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും കണ്ണിലുണ്ണിയെ പോലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിൽ തൻ്റെ മകൻ നാടിന് അഭിമാനമായിട്ട്, തൻ്റെ മകൾ നാടിന് അഭിമാനമായിട്ട് ജനിച്ചു വളരണമേ എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരാണ് മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ കരുത്ത്. അവർ കടഞ്ഞെടുത്തിരിക്കുന്ന ഒരു അനുഭവ സമ്പത്ത്, അതാണ് മഹിളാ കോൺഗ്രസിനെ ഈ 1000 മണ്ഡലങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 474 മണ്ഡലങ്ങളിലേക്ക് അറബിക്കടലിലെ തിരമാല പോലെ അലയടികളായി ഇത് തിരുവനന്തപുരത്തെ സമാപിക്കുമ്പോൾ മഹിളാ കോൺഗ്രസ് ഉറപ്പിച്ചു പറയും, വരാൻ പോകുന്ന നാളുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കരുണയുടെ കാരുണ്യത്തിന്റെ മുഖമായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കണ്ട കേരളത്തിന്, ഈ നാടിന് വേണ്ടത് അതേ കാരുണ്യമുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ്. ആ മുഖ്യമന്ത്രിയെ നേടിയെടുക്കുന്നവരെ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികൾ ആരെന്ന് ചോദിക്കുമ്പോൾ അത് മഹിളാ കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് തെളിയിക്കുവാൻ സാധിക്കണം. പഞ്ചായത്തുകൾ തിരികെ പിടിക്കുമ്പോൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തിരികെ പിടിക്കുമ്പോൾ അവിടെ ജോയ് ചേട്ടാ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് വരാൻ പോകുന്നത് 2025 കഴിഞ്ഞ് അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് മഹിളകളായിരിക്കും ആ ജനപ്രതിനിധികൾ എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട്, മധുവർണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീനേഴിൻ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ. എത്രയോ ആളുകൾ വിദേശത്തിരുന്നു പോലും, പ്രവാസി സുഹൃത്തുക്കൾ പോലും ഈ ജാഥയ്ക്ക് നിങ്ങൾ നൽകുന്ന സ്വീകരണം നൽകുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സ് പോലും ആഗ്രഹിക്കുന്നത്, തിരൂരങ്ങാടിയിൽ ആ കോർണറിലൊന്ന് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആഗ്രഹിക്കുന്നവരും ഇന്ന് ആധുനിക സംവിധാനത്തോടു കൂടി രാജീവ് ജി IT യുഗം ഇന്ത്യക്ക് സാധ്യമാക്കിയത് കൊണ്ട് വിദേശത്തിരുന്നു പോലും വീക്ഷിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അറബി നാട്ടിൻ്റെ അകലയെങ്ങാനിരിക്കും ബാപ്പയറിയാൻ മനമൊരുകി കൊരുക്കും മകൾ ഒരുപാടുണ്ട് പറയാൻ. അറബി നാട്ടിൻ്റെ അകലയെങ്ങാനിരിക്കും ബാപ്പയറിയാൻ മനമൊരുകി കൊരുക്കും മകൾ ഒരുപാടുണ്ട് പറയാൻ. അവരുടെ പോലും മനസ്സ് ഈ മണ്ണിലാണ്. റബിയൽ അവ്വൽ 12 തിങ്കളുദിച്ചത് സുദിനം കൊണ്ട് ഇസ്ലാമിൻ കൽബുകളൊക്കെ സന്തോഷം കൊണ്ട് റബ്ബെ കൊട്ടിടുന്നുണ്ട് റബ്ബെ കൊട്ടിടുന്നുണ്ട്. റബിയൽ അവ്വൽ 12 തിങ്കളുദിച്ചത് സുദിനം കൊണ്ട് ഇസ്ലാമിൻ കൽബുകളൊക്കെ സന്തോഷം കൊണ്ട് റബ്ബേ സന്തോഷം കൊണ്ട്. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങി
മഴയത്തും വെയിലത്തുമൊക്കെ ഇരുട്ടിനെയും മഴയെയും ഭേദിച്ച് തളരാതെ പതറാതെ മഹിളാ കോൺഗ്രസിന് ഇനി മുന്നേറാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഉജ്ജ്വലമായ വരവേൽറ്റ് ഈ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിക്ക് നിങ്ങൾ നൽകുന്നതോടൊപ്പം നിങ്ങൾ നൽകിയ ഈ സ്വീകരണം സമൂഹത്തിന് വേണ്ടി നാളെ കേരളത്തിൽ അക്രമത്തിനെതിരായി ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ വരവേൽപ്പിനായിക്കൊണ്ടാണ് എന്നുള്ള ഉള്ളിന്റെ ഉള്ളിൽ ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഊർജ്ജസ്വലമായി പാർട്ടിക്കും മുന്നണിക്കും കരുത്തേകുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മഹിളാ കോൺഗ്രസ് പോരാ, മഹിളാ കോൺഗ്രസ് 1000 തികഞ്ഞു. കൈ ഉയരുന്നത് കാണണം. മഹിളാ കോൺഗ്രസ് പോരാ, മഹിളാ കോൺഗ്രസ് പോരാ, മഹിളാ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്. ഓക്കെ.